വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വേളി റെയിൽവേ ട്രാക്കിൽ 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി. ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുട്ടികളുടെ പിതാവിന്റേതെന്ന് കരുതുന്ന കൈപ്പത്തിയും സമീപത്ത് നിന്ന് കണ്ടെത്തി. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. ഗ്രീഷ്മ, ഇന്ന് രാവിലെയോടുകൂടി ആണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വേളി കായലിന് സമീപമുള്ള നൂറടി പാലത്തിന് താഴെയാണ് 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത്. സമീപത്ത് നിന്നും പിതാവിന്റേതെന്ന് സംശയിക്കുന്ന കൈപ്പത്തിയും അതോടൊപ്പം ഒരു വെട്ടുകത്തിയും ബുള്ളറ്റും കണ്ടെടുത്തിട്ടുണ്ട്. രാവിലെ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. ചെമ്പിലോട് സ്വദേശി ഷിബി എന്നാണ് പേരെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മക്കളായ സെബിന് 6 വയസ്സാണുള്ളത്. സെബിൻ 9 വയസ്സാണുള്ളത്. ഒപ്പം സെബ 6 വയസ്സ്. ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം പിതാവ് കായലിൽ ചാടി മരിക്കുകയാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇയാളുടെ മൃതദേഹം കണ്ടെത്തുന്നതിനായി ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം കുട്ടികളെ കാണാനില്ല എന്ന് കാട്ടിച്ച് കുട്ടികളുടെ മാതാവ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നു. ജീവൻ, സംഭവം അറിഞ്ഞ് ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എത്തുകയോ പോലീസുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഗ്രീഷ്മ, പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്. മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. വേളി റെയിൽവേ ട്രാക്കിൽ 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി. ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുട്ടികളുടെ പിതാവിന്റേതെന്ന് കരുതുന്ന കൈപ്പത്തിയും സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാൻ അനുവദിക്കില്ലെന്ന് രാജകുടുംബം. മുൻപ് 9 തവണ ബി നിലവറ തുറന്നിട്ടുണ്ടെന്ന സുപ്രീംകോടതി വിലയിരുത്തൽ തെറ്റാണ്. നിലവറ തുറക്കലിനെ കുറിച്ചുള്ള പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തെറ്റാണെന്നും രാജകുടുംബാംഗം ആദിത്യവർമ്മ പ്രതികരിച്ചു. അത് തുറക്കണ്ടെന്നാണ് നമ്മുടെ ഒരു തീരുമാനം. അത് അന്ന് തന്ത്രിയും എല്ലാവരുടെയും ഒരു ഒന്നിച്ചുള്ള തീരുമാനമായിരുന്നു അന്ന്. നമ്മൾ അത് ഇപ്രാവശ്യം സുപ്രീം കോടതിയിൽ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുന്നതാണ്. ബി നിലപെട എന്ന് പറയുന്ന 2 മുറിയാണ്. അതിൽ ആദ്യത്തെ മുറി മാത്രമേ തുറന്നിട്ടുള്ളൂ. മെയിൻ ചേംബർ തുറന്നിട്ടില്ല. അത് നമ്മൾ സുപ്രീം കോടതിയിൽ പറയുന്നത്. പിന്നെ അത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ തീരുമാനം പോലെ ഇരിക്കും. അംഗീകരിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരും ഒരു വിശ്വാസം. കേസ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അഡ്വക്കേറ്റ്സ് സംസാരിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴേ കേസ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ചിദംബരം ക്ഷേത്രത്തില് ചിദംബര രഹസ്യം എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ അത് വർഷങ്ങളായിട്ട് രഹസ്യമായിട്ടിരിക്കുന്ന സാധനമാണ്. അതിൽ ചില അമ്പലങ്ങളിൽ ചില രഹസ്യമായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അത് പണ്ട് തൊട്ടേ അടഞ്ഞു കിടക്കുന്നതാണ്. അത് തുറക്കാൻ പാടില്ല. സജേഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സജേഷ്, ബി നിലവറ തുറക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ രാജകുടുംബം പറയുന്ന വിശദീകരണം എന്തൊക്കെയാണ്? മറ്റു വിശദാംശങ്ങൾ കൂടി. ഗ്രീഷ്മ, അമൂല്യ നിധിശേഖരമുള്ള ബി നിലവറ തുറക്കുന്നത് ആരുടെയും വികാരം വ്രണപ്പെടുത്തുകയില്ല. മറിച്ച് നിലവറ തുറന്നില്ലെങ്കിൽ ദുരൂഹത വർദ്ധിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി പരാമർശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ രാജകുടുംബാംഗങ്ങളുടെ അഭിപ്രായം അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തോട് ആരായാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ മറുപടി അയക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ രാജകുടുംബം ഒരു നിലപാടെടുത്തിട്ടുള്ളത്. അടുത്തയാഴ്ച അമിക്കസ് ക്യൂറി തലസ്ഥാനത്തെത്തുമ്പോൾ അമിക്കസ് ക്യൂറിയെ ബി നിലവറ തുറക്കാനാകില്ല എന്നറിയിക്കാനാണ് രാജകുടുംബത്തിന്റെ തീരുമാനം. ദേവഹിതത്തിനെതിരാവുമെന്ന കാരണം പറഞ്ഞാണ് ഇത്തരമൊരു നിലപാട് രാജകുടുംബം ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ മുൻ CAG ആയിട്ടുള്ള വിനോദ് റായി 7 തവണ ബി നിലവറ തുറന്നതായി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ട് ശരിയല്ല. അതിലെ കണ്ടെത്തൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ബി നിലവറയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗം മാത്രമാണ് തുറന്നിട്ടുള്ളത്. രത്നശേഖരമുള്ള നിലവറയ്ക്ക് ഉള്ളിലുള്ള ഭാഗം തുറന്നിട്ടില്ലെന്നും രാജകുടുംബങ്ങൾ പറയുന്നു. അടുത്ത വിചാരണ വേളയിൽ സുപ്രീം കോടതി ഇക്കാര്യം നേരിട്ട് അറിയിക്കാനും രാജകുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. സജേഷ്, രാജകുടുംബത്തിന്റെ നിലപാട് ഇതായിരിക്കെ കേസിനെ ഇതിനി എങ്ങനെ ബാധിക്കും? സുപ്രീം കോടതിയിൽ ഈ നിലപാട് അറിയിച്ച ശേഷം സുപ്രീം കോടതി ഇതിനെ ഏത് വിധത്തിൽ പ്രതികരിക്കാനാണ് സാധ്യതയുള്ളത്? നിലവറ തുറക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ഗ്രീഷ്മ, ഇക്കാര്യത്തിൽ കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി നടത്തിയ ചില പരാമർശങ്ങൾ നിർണായകമാണ്. ഒന്ന്, അമൂല്യ രത്നശേഖരം ഈ ബി നിലവറയ്ക്കകത്ത് ഉണ്ട്. ആ ഘട്ടത്തിൽ ഇത് തുറക്കാതിരിക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ ഇത് ആരുടെയും വികാരം വ്രണപ്പെടുത്തുമെന്ന് കരുതാനാകില്ല.
കാര്യം രാജകുടുംബത്തെ അറിയിക്കണം, അവരുമായി ആലോചന നടത്തണം, അവരുടെ കൂടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയിൽ എത്താനാണ് അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തോട് ആവശ്യപ്പെട്ടുള്ളത്. രാജകുടുംബം ഇപ്പോൾ ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ആ നിലപാട് അടുത്ത വിചാരണ വേളയിൽ സുപ്രീം കോടതി കേൾക്കും. പിന്നീട് അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സുപ്രീം കോടതിയാണ്. വ്യക്തമാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ച തിരുവിതാംകൂർ രാജകുടുംബം നേരത്തെയും ബി നിലവറ തുറന്നിട്ടുണ്ടെന്ന സുപ്രീം കോടതി വിലയിരുത്തൽ തെറ്റാണെന്നും രാജകുടുംബാംഗം ആദിത്യവർമ്മ പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിക്കൊപ്പം വിഷ്ണുവിനെയും വിപിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മേസ്തിരി സുനിയെയും ചോദ്യം ചെയ്യുന്നു. സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. യുവാവിന് എയ്ഡ്സ് എന്ന് തെറ്റായ പരിശോധനാ ഫലം നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ആലിയ ലാബ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. ലാബിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ജില്ലാ കമ്മിറ്റി അംഗം മാസ്റ്റർ റഹ്മാൻ, ബ്ലോക്ക് സെക്രട്ടറി അരുൺ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഹീമോഫീലിയയ്ക്ക് ചികിത്സ തേടിയെത്തിയ മലപ്പുറം സ്വദേശിയായ യുവാവിനാണ് രക്തപരിശോധനയ്ക്ക് ശേഷം HIV പോസിറ്റീവ് എന്ന ലാബ് തെറ്റായ റിസൾട്ട് നൽകിയത്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ അടുത്ത ബന്ധുവിന്റേതാണ് ആലിയ ലാബ്. യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറി സജിൻ രാജ് തിരുവനന്തപുരത്ത് പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് ഒറ്റപ്പാലത്തെത്തും. സജിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണത്തിനായി സംഘം ഒറ്റപ്പാലത്തെത്തുന്നത്. സജിൻ രാജിനെ ഒറ്റപ്പാലത്തെ ചിലർ ചതിച്ചു കൊലപ്പെടുത്തിയതാണെന്ന പിതാവ് രാജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം അന്വേഷണത്തിനായി ഒറ്റപ്പാലത്ത് എത്തുന്നത്. ഇതിനു പുറമെ സജിൻ രാജ് സഞ്ചരിച്ച കാറിൽ നിന്നും അമ്പിളി ചതിച്ചു എന്ന കുറിപ്പും കണ്ടെത്തിയിരുന്നു. കുറിപ്പിൽ സൂചിപ്പിച്ച വ്യക്തിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കും. വ്യാഴാഴ്ചയാണ് സജിൻ രാജിനെ ആറ്റിങ്ങലിൽ ദേശീയപാതയോരത്തുള്ള കടയ്ക്ക് സമീപം പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലായിരുന്ന അന്ന് വൈകിട്ട് തന്നെ സജിൻ മരിച്ചു. സംഭവ ദിവസത്തിന്റെ തലേന്ന് ഒറ്റപ്പാലത്ത് BJP സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത ശേഷമാണ് സജിൻ തിരുവനന്തപുരത്തേക്ക് പോയത്. സജിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായി അറിയില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പിതാവ് രാജൻ ഉറപ്പിച്ചു പറയുന്നു. സംഭവം ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സജിൻ രാജിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ ആത്മഹത്യയാണെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച സംശയങ്ങൾ പരിശോധിച്ച് കൊലപാതക സാധ്യത അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനം. സജിൻ രാജിന്റെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിക്കൊപ്പം വിഷ്ണുവിനെയും വിപിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മേസ്തിരി സുനിയെയും ചോദ്യം ചെയ്യുന്നു. സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഉമേഷ്, രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും തുടരുകയാണോ? എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചനയുണ്ടോ? ഗിരീഷ്മ, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് മുഴുവനും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം നാളെയാണ് ഇവരുടെ എല്ലാം പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. അതിനുള്ളിൽ ഇവരിൽ നിന്ന് പരമാവധി ശേഖരിക്കുക എന്ന് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇരുവരും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് വെളിപ്പെടുത്തിയത്. കേസിൽ ഗൂഢാലോചനയുണ്ട് എന്നൊരാൾ പറയുമ്പോൾ മറ്റേയാൾ പറയുന്നത് ഗൂഢാലോചന ഇല്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ ഇവരും പറയുന്നു. പൾസർ സുനിയും ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നു. ഇതെല്ലാം ഏതെങ്കിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. ചോദ്യം ചെയ്യലിനിടെ പലപ്പോഴും അത്തരത്തിലാണ് പോലീസിന് സംശയങ്ങൾ ഉയർന്നു വരുന്നത്. എങ്കിൽ തന്നെയും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. എന്തായാലും ഇത് നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മൊഴിയും ഇപ്പോൾ ലഭിക്കുന്ന മൊഴികളും തമ്മിൽ പോലീസ് താരതമ്യം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവരുടെ കൂടുതൽ പേരുടെ മൊഴി എടുക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ ഈ ആലുവ പോലീസ് ക്ലബിൽ ആരും തന്നെ മൊഴിയെടുക്കുന്നതായി അറിയുന്നില്ല. കാരണം മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണോ ചോദ്യം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമല്ല. അത്തരത്തിലുള്ളൊരു നീക്കം നടത്താനും പോലീസ് സാധ്യതയുണ്ട്. കാരണം അതീവ രഹസ്യമായാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു ചോരാതിരിക്കാൻ വേണ്ടി പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സിനിമാ മേഖലയിലുള്ളവരുടെ മൊഴി എടുക്കും എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതേസമയം നാദൃശ ഉൾപ്പെടെയുള്ളവരെ നിലവിൽ അത്തരത്തിൽ അവരെ വീണ്ടും വിളിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമില്ല. എങ്കിൽ തന്നെയും ആവശ്യം വന്നാൽ അവരെയും വിളിപ്പിക്കും എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗിരീഷ്മ, ഉമേഷ്, ഇത്തരത്തിൽ മൊഴിയിലെ വൈരുദ്ധ്യം തുടരുകയാണെങ്കിൽ ഇവരുടെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമോ?
അത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ ഇല്ല. എന്ത് തന്നെയായാലും അത് വൈകുന്നേരത്തോടെ അത് സംബന്ധിച്ചൊരു വ്യക്തത വരും എന്നാണ് കരുതുന്നത്. ആദ്യ റിമാൻഡ് കാലയളവിൽ മാത്രമേ ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകയറ്റാനുള്ള സാധ്യത പോലീസിനുള്ളൂ. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ പരമാവധി ചോദിക്കുകയാണെങ്കിൽ ആദ്യ 14 ദിവസത്തിനുള്ളിൽ തന്നെ ചോദിക്കണം എന്നുള്ളത് തന്നെയാണ് നിയമം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനം പോലീസ് എടുക്കുമോ എന്നുള്ളത് വൈകുന്നേരത്തോടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആർജെഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. റെയിൽവേ ടെൻഡറിലെ തിരിമറി കേസിലാണ് റെയ്ഡ്. അതേസമയം സിബിഐ നടപടിയുടെ പശ്ചാത്തലത്തിൽ ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും മാറ്റം വരുന്നു. നിതീഷ് കുമാർ ലാലുവുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് എൻഡിഎയിലേക്ക് മടങ്ങുമെന്നുള്ള സംശയവും ശക്തമാവുകയാണ്. എന്നാൽ റെയ്ഡിനു പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാണെന്ന് ലാലു പ്രസാദ് പ്രതികരിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിനെ ഉപമുഖ്യമന്ത്രിയാക്കിയാണ് നിതീഷ് കുമാർ ബീഹാർ ഭരണം നിലനിർത്തിയത്. റെയിൽവേ ടെൻഡറിലെ അഴിമതി കേസിൽ ലാലുവും കുടുംബവും കുടുങ്ങിയതോടെ മന്ത്രിസഭയിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയെ നിതീഷ് ഒഴിവാക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. അങ്ങനെയെങ്കിൽ ലാലു പ്രസാദ് യാദവ് മന്ത്രിസഭയുടെ പിന്തുണ പിൻവലിക്കും. ലാലുവിന്റെ പിന്തുണയില്ലെങ്കിൽ ഭരണം നിലനിർത്താനാണ് പഴയ സഖ്യമായ എൻഡിഎയിലേക്ക് നിതീഷ് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് നിതീഷ് അറിയിച്ചത് ലാലുവുമായുള്ള സഖ്യധാരണകൾക്ക് വിരുദ്ധമായിരുന്നു. ലാലുവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമെന്ന് നിതീഷിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ആർജെഡി നേതാക്കൾക്ക് സംശയമുണ്ട്. കാരണം സിബിഐ റെയ്ഡിന് തൊട്ടുമുമ്പാണ് നിതീഷ് വിശ്രമിക്കാനെന്ന പേരിൽ പട്ന വിട്ട് 110 കിലോമീറ്റർ ദൂരെയുള്ള രാജ്നഗറിലേക്ക് പോയത്. ലാലുവിന്റെ മകൾ മിസ ഭാരതിയുടെ ദില്ലിയിലെ വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. മിസയുടെ ഭർത്താവ് സഹിലേഷ് കുമാറും അഴിമതി കേസിൽ ആരോപണ വിധേയനാണ്. പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി വേട്ടയാടുന്നുവെന്നാണ് റെയ്ഡിനെക്കുറിച്ച് ലാലുവിന്റെ പ്രതികരണം. സഖ്യം നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നും ലാലു വ്യക്തമാക്കി. അതേസമയം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി ബീഹാറിലെത്തിയ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായ മീരാ കുമാർ ലാലു പ്രസാദ് യാദവുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ ബിജെപിയിലെ കോഴ വിവാദത്തിൽ അന്വേഷണം. പ്രമുഖ മെഡിക്കൽ കോളേജ് ഗ്രൂപ്പിന് PG കോഴ്സ് അനുവദിക്കാൻ ബിജെപിയുടെ ഒരു സംസ്ഥാന നേതാവ് 7 കോടി രൂപ കൈപ്പറ്റിയെന്ന വി മുരളീധര പക്ഷത്തിന്റെ ആരോപണത്തിൽ പാർട്ടിയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ നേതൃത്വം നൽകുന്ന കമ്മീഷൻ കഴിഞ്ഞ ദിവസം സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്നും തെളിവെടുത്തു. ബിജെപിയുടെ പാലക്കാട് നടന്ന യോഗത്തിൽ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് വി മുരളീധര പക്ഷം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച നേതാവ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്നും 7 കോടി രൂപ കൈപ്പറ്റിയെന്നതായിരുന്നു ആരോപണം. മെഡിക്കൽ കോളേജിന് PG കോഴ്സ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിൽ ഇടപെടൽ നടത്താനാണ് പണം കൈപ്പറ്റിയത്. എന്നാൽ കോളേജിന് മെഡിക്കൽ PG കോഴ്സ് ലഭിക്കാതായതോടെ കോഴ സംഭവം പുറത്തായി. തുടർന്ന് PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖനെതിരെയുള്ള ആരോപണം വി മുരളീധര പക്ഷം ആയുധമാക്കുകയായിരുന്നു. കോഴ വിവാദം പൊതുസമൂഹത്തിന് മുന്നിലെത്തിയാൽ അത് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുമെന്നും അതിനാൽ ആരോപണത്തിന്റെ സത്യാവസ്ഥ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും മുരളീധര പക്ഷം പാലക്കാട് യോഗത്തിൽ ആവശ്യപ്പെട്ടു. കൂടാതെ ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ പാർട്ടി അഴിമതിക്കാരുടെ പിടിയിലാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വിഷയം പാർട്ടി ദേശീയ അധ്യക്ഷന്റെ അടുത്തെത്തുക കൂടി ചെയ്തതോടെ കേന്ദ്ര നേതൃത്വം തന്നെ സംസ്ഥാന അധ്യക്ഷനോട് അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ച് നിയമിച്ച BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, സംസ്ഥാന സെക്രട്ടറി AK നസീർ എന്നിവരടങ്ങുന്ന അന്വേഷണ കമ്മീഷൻ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്ന് തെളിവെടുത്തു. എന്നാൽ 7 കോടിയല്ല 5 കോടിയാണ് നൽകിയതെന്നും മെഡിക്കൽ കോഴ്സ് ലഭിക്കാത്തത് തങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നും ഇക്കാര്യത്തിൽ പരാതിയില്ലെന്നും മെഡിക്കൽ കോളേജ് ഉടമ മൊഴി നൽകിയതായാണ് വിവരം. 4 മാസം മുൻപ് പാർട്ടിയിലെ മറ്റൊരു നേതാവിനെതിരെയും സമാനമായ ആരോപണമുയർന്നിരുന്നു. ആക്ഷേപം സംബന്ധിച്ച ചില പാർട്ടി പ്രവർത്തകരിൽ നിന്നുകൂടി തെളിവെടുത്ത ശേഷം ഈ മാസം തന്നെ റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. GST നിലവിൽ വന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിപണി വില നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി സർക്കാർ രംഗത്ത്. സപ്ലൈകോ സാധനങ്ങൾക്ക് വില കുറച്ച സർക്കാർ പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ പരിശോധന കർശനമാക്കും തീരുമാനമെടുത്തു. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് GST നടപ്പിലാക്കിയതോടെ കച്ചവട സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാനുള്ള ചില വ്യാപാരികളുടെ നീക്കത്തിനെയാണ് സംസ്ഥാന സർക്കാർ കടിഞ്ഞാണിട്ടിരിക്കുന്നത്. പുതിയ നികുതി സമ്പ്രദായത്തിൽ വിലയിൽ കുറവ് വന്ന സാധനങ്ങൾക്ക് വില കുറച്ച് വിൽക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തീരുമാനിച്ചതോടെ മറ്റു വ്യാപാരികളും അവശ്യ സാധനങ്ങൾക്ക് വില കുറയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. പുതിയ നിരക്കനുസരിച്ച് വില കുറഞ്ഞ സാധനങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്: ഗ്രീൻ പീസ്
38 രൂപയിൽ നിന്നും 2 രൂപ കുറഞ്ഞ് 36 രൂപയും, കടുക് 58, റാഗി 36, ചെറുപയർ 69, സാമ്പാർ പരിപ്പ് 70, ഉഴുന്നുപരിപ്പ് 74, പച്ചരി 26 രൂപ 50 പൈസയും കടലയ്ക്ക് 74 രൂപയുമാകും പുതിയ സപ്ലികോ നിരക്കുകൾ. സർക്കാരിന്റെ നടപടി അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായി വിലപരിശോധന നടത്തുവാനും വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നിർണയത്തിനായി പ്രതിപക്ഷ പാർട്ടികൾ അടുത്തയാഴ്ച ദില്ലിയിൽ യോഗം ചേരും. കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിശ്ചയിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ജെഡിയു പങ്കെടുക്കും. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ സമയമെടുത്തതോടെ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ദില്ലി. രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് പുറമെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ 11-ാം തീയതി ചൊവ്വാഴ്ച 10 പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിൽ യോഗം ചേരും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് നേതാവ് മീരാ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. എന്നാൽ ഉപരാഷ്ട്രപതിയായി കോൺഗ്രസ് ഇതര വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് CPM അനൌദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ലോക്സഭ, രാജ്യസഭാ MPമാർ മാത്രം വോട്ട് ചെയ്യുന്നതിനാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയം എളുപ്പമാകില്ല. നിലവിലെ കണക്കനുസരിച്ച് ആകെ പോൾ ചെയ്യുന്ന 790 വോട്ടിൽ 500 വോട്ടുകൾ ഭരണപക്ഷത്തിനുണ്ട്. ഇതിനാൽ പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാണ് സാധ്യത. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെ പിന്തുണയ്ക്കുമെന്നറിയിച്ചിട്ടുള്ള നിതീഷ് കുമാറിന്റെ JDU പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കാനാണ് JDU തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരൻ ബുർഹാൻ വാനി കൊല്ലപ്പെട്ടതിന്റെ ചരമവാർഷികത്തിന്റെ പേരിൽ കശ്മീരിൽ ഇന്ന് വിവിധ വിഘടനവാദി സംഘടനകൾ പ്രതിഷേധ റാലി നടത്തും. പ്രതിഷേധ റാലികൾക്ക് സർക്കാർ അനുമതി നിഷേധിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ മറവിൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിൽ സുരക്ഷ ശക്തമാക്കി. 20,000-ലധികം സൈനികരെ അധികമായി വിന്യസിച്ചു. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ധാരണയിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന, മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ അലോട്ട്മെന്റ്, ഇതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. ഇത് അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളുമായി സർക്കാർ തിങ്കളാഴ്ച കരാർ ഒപ്പുവയ്ക്കും. അതേസമയം ഫീ റെഗുലേറ്ററി കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിൽ പിശക് പറ്റിയതായും അത് തിരുത്തിയതായും ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. ഈ വർഷത്തെ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് അടിസ്ഥാനത്തിൽ ഉയർന്ന ഫീസ് നിരക്ക് ഫീസ് നിർണയ സമിതി തീരുമാനിച്ചതിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് പുതിയ ഫോർമുല ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. MES കാരക്കോണമടക്കം 8 സ്വാശ്രയ കോളേജുകളാണ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന, മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ അലോട്ട്മെന്റ് നടത്തും എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. ഇത് അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളുമായി സർക്കാർ തിങ്കളാഴ്ച കരാർ ഒപ്പുവയ്ക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചതുപോലെ അതിൽ നിന്ന് ഫീസിൽ ഒട്ടും വർധനവില്ലാതെയും സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ആയിരിക്കും. മുഴുവൻ സീറ്റുകളിലും സർക്കാർ അലോട്ട്മെന്റ് നടത്തും എന്ന നിബന്ധന കൂടി അംഗീകരിക്കുകയാണെങ്കിൽ അവരുമായിട്ട് സീറ്റ് ധാരണയാകാം എന്നുള്ള കാര്യം ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ മാനേജ്മെന്റുകൾ ധാരണ അംഗീകരിച്ച് മുന്നോട്ട് വരുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അതേസമയം 50% സീറ്റിൽ പഴയ ഫീസും ബാക്കിയുള്ള 50% മാനേജ്മെന്റ് NRI സീറ്റിൽ ഫീസ് വർധനവുമാണ് ചില മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഫീസ് നിശ്ചയിക്കുന്ന സമിതിയെ പുനഃസംഘടിപ്പിച്ചതിൽ പിശക് പറ്റിയെന്നും എന്നാൽ അത് തിരുത്തിയതായും മന്ത്രി പറഞ്ഞു. അതിലെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഓർഡിനൻസ് പുതിയതാണല്ലോ. ഇപ്പോൾ ആ ഓർഡിനൻസിലുള്ള 10 അംഗങ്ങളെ ചേർത്തില്ല എന്നുള്ളൊരു പെശകുണ്ട്. അത് ഞങ്ങൾ പറയാണ്, അത് അഡ്മിറ്റ് ചെയ്യാണ്. അതെന്ന് വെച്ചാൽ ഒരു ശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ളത് പറയാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് 10 അംഗങ്ങളടങ്ങിയ ഓർഡിനൻസിലെ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിക്കുകയും ആ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യണം. അതേസമയം മുഖ്യമന്ത്രി ആരോഗ്യ സെക്രട്ടറിയെ ശാസിച്ചെന്നും ആരോഗ്യമന്ത്രിയായ തന്നെ അതൃപ്തി അറിയിച്ചെന്നുമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഞ്ചൽ ഇടമുളയ്ക്കൽ പ്രജീഷ് ഭവനിൽ KG പങ്കജാക്ഷൻ അന്തരിച്ചു. പീപ്പിൾ TV ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് പ്രജീഷ് കൈപ്പള്ളിയുടെ പിതാവാണ്. GSTയിൽ മുന്നൊരുക്കങ്ങൾ വേണമായിരുന്നുവെന്ന് മന്ത്രി AC മൊയ്തീൻ. GST ഏതൊക്കെ മേഖലയെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക പഠനം നടക്കുന്നു. അതിനുശേഷം ആശങ്കകൾ പരിഹരിക്കുമെന്നും AC മൊയ്തീൻ വ്യക്തമാക്കി. വിനീഷ ചേരുകയാണ് വിവരങ്ങളുമായി. വിനീഷ, GSTയുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ഗ്രീഷ്മ, വളരെ രീതിയിലുള്ള ആശങ്കകളാണ് വിവിധ വ്യാവസായിക മേഖലകളിൽ നിന്നും ഒരു വ്യാവസായിക മന്ത്രി എന്ന നിലയ്ക്ക് തന്റെ അടുത്തേക്ക് എത്തുന്നത് എന്നാണ് AC മൊയ്തീൻ പറഞ്ഞത്. വിവിധ മേഖലയിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ, GST വന്നത് മൂലമുള്ള ആശങ്കകൾ വിവിധ വ്യാവസായിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഏതൊക്കെ മേഖലയെ GST വന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ബാധിക്കുന്നു എന്ന് പഠിക്കാനായി ഒരു പഠന സമിതിയെ വ്യവസായ വകുപ്പിന്റെ കീഴിൽ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സമിതി പഠനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിന് ശേഷം ഏകദേശം ആശങ്കകളെല്ലാം തന്നെ പരിഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ വകുപ്പ് എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കോഴിവില അടക്കമുള്ള കാര്യങ്ങളിൽ ധനമന്ത്രി തോമസ് ഐസക് ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങളെല്ലാം വ്യവസായികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പലതരത്തിലുള്ള ആശങ്കകൾ വ്യവസായികളുടെ ഇടയിൽ തന്നെ, ചെറുകിട വ്യവസായികളായാലും വൻകിട വ്യവസായികളായാലും ഒപ്പം ചില്ലറ വ്യാപാരികൾക്കിടയിലേക്ക് തന്നെ 3 തലത്തിലേക്ക് എത്തുമ്പോൾ ആ നികുതികൾ ഏതൊക്കെ വിധത്തിൽ ഏകീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ പഠന റിപ്പോർട്ടിന് ശേഷം ആശങ്കകൾ ദൂരീകരിക്കാമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ വകുപ്പ്. ഗിരീഷ്മ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. GST നിലവിൽ വന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിപണി നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി സർക്കാർ രംഗത്ത്. സപ്ലൈകോ സാധനങ്ങൾക്ക് വില കുറച്ച സർക്കാർ പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ പരിശോധന കർശനമാക്കാനും തീരുമാനമെടുത്തു. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് GST നടപ്പിലാക്കിയതോടെ കച്ചവട സാധനങ്ങൾക്ക് അമിതവില ഈടാക്കാനുള്ള ചില വ്യാപാരികളുടെ നീക്കത്തിനെയാണ് സംസ്ഥാന സർക്കാർ കടിഞ്ഞാണിട്ടിരിക്കുന്നത്. പുതിയ നികുതി സമ്പ്രദായത്തിൽ വിലയിൽ കുറവ് വന്ന സാധനങ്ങൾക്ക് വില കുറച്ചു വിൽക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തീരുമാനിച്ചതോടെ മറ്റു വ്യാപാരികളും അവശ്യ സാധനങ്ങൾക്ക് വില കുറയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. പുതിയ നിരക്കനുസരിച്ച് വില കുറഞ്ഞ സാധനങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. ഗ്രീൻ പീസ് 38 രൂപയിൽ നിന്നും 2 രൂപ കുറഞ്ഞ് 36 രൂപയും, കടുക് 58, റാഗി 36, ചെറുപയർ 69, സാമ്പാർ പരിപ്പ് 70, ഉഴുന്നുപരിപ്പ് 74, പച്ചരി 26 രൂപ 50 പൈസയും കടലയ്ക്ക് 74 രൂപയുമാകും പുതിയ സപ്ലികോ നിരക്കുകൾ. സർക്കാരിന്റെ നടപടി അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായി വിലപരിശോധന നടത്തുവാനും വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് വെയർഹൌസിംഗ് കോർപ്പറേഷന്റെയും കൊല്ലം കോർപ്പറേഷന്റെയും സഹകരണത്തോടെ കൊതുക് നിവാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുളകാടകം ഡിവിഷനിൽ കൊല്ലം MLA മുകേഷ് നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ആനപ്പിൽ ഡോക്ടർ D. സുജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം M. വിശ്വനാഥൻ, കേരള സ്റ്റേറ്റ് വെയർഹൌസിംഗ് കോർപ്പറേഷൻ സോണൽ മാർക്കറ്റിംഗ് ആൻഡ് വിജിലൻസ് മാനേജർ A. സലീല, G. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ITL ട്രാവൽസ് ഡയറക്ടർ PA മുഹമ്മദ് അന്തരിച്ചു. പരേതരായ പനന്തറയിൽ മുഹമ്മദ് ഹാജിയുടെയും മറിയുമയുടെയും മകനാണ്. പാലക്കാട് മങ്കര സ്വദേശിയാണ്. ഷാജിനെയാണ് ഭാര്യ. ഖബറടക്കം ശനിയാഴ്ച 4-ന് മങ്കര കാരാട്ടുപറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും.